ഞാൻ തെറ്റൊന്നും ചെയ്യാറില്ല, അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ഞാൻ ചെയ്തില്ല. അറിയാതെ വല്ലതും ദൈവത്തിന് നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല. ഇപ്രകാരമൊക്കെയാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര അഥവാ നീ ഒന്നിനും ഒരു ഗുണമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുകയും നരകത്തിൽ അവസാനിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് ദൈവവ്യവസ്ഥ. പ്രിയ സുഹൃത്തെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ തേജോമനായ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അവനെ കാത്തിരിക്കുന്നത് നിത്യ ശിക്ഷാവിധിയായ മരണവും നരകവുമാണ്. എന്നാൽ നാം ദൈവത്തോട് പാപം ചെയ്തില്ലേ? നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കേണ്ടേ? ദൈവം നമ്മോട് കരുണ കാണിച്ചത് മുഖാന്തരം ആ സ്നേഹത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും ദൈവവുമായുള്ള നിത്യബന്ധത്തിൽ നമ്മെ ചേർക്കുവാനുമാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചത്. സകല മാനവരാശിയുടെയും പാപവും ശാപവും രോഗവും തൻ്റെ മേൽ വഹിച്ച് കുരിശിൽ അവസാന തുള്ളി രക്തവും വാർന്ന് യേശു യാഗമാകുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് യേശുവിന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയും. ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്ത പോരായ്മകൾ യേശുവിനോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെയും തെറ്റുകളെയും ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മളിൽ സ്വർഗീയ സന്തോഷവും ആനന്ദവും നിറയ്ക്കുവാൻ യേശു താല്പര്യപ്പെടുന്നു. നമുക്ക് അവൻ്റെ മുമ്പിൽ കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.